ശബരിമലയ്ക്ക് വകയിരുത്തിയത് ഒന്നും രണ്ടുമല്ല 34,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനവും 11,000 കോടിയുടെ ഇടനാഴി വികസനവുമാണ്. ഈ കോടികളുടെ 0.1% മാത്രം, അതായത് ഒരു നിസ്സാര വിഹിതം വിദ്യാഭ്യാസ മേഖലയിലേക്ക് മാറ്റിവെച്ചിരുന്നെങ്കിൽ ഇന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിൽക്കുന്ന 100 മുതൽ 150 വരെയുള്ള മറാഠി മീഡിയം സ്കൂളുകളെ ജീവനോടെ നിലനിർത്താമെന്നായിരുന്നു ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അത് ചൂണ്ടിക്കാണിച്ചത് മറ്റാരുമല്ല, സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് PB വാരലയാണ്. താൻ പഠിച്ച വിദ്യാലയത്തിന്റെ മുറ്റത്തു നിന്നും ഒരു വിധികർത്താവ് ഉന്നയിച്ച ഈ ചോദ്യത്തിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും അദ്ദേഹത്തിന്റെ സർക്കാരിനും എന്ത് മറുപടി പറയാൻ ആണ് ഉദ്ദേശിക്കുന്നത്? ഭക്തിയുടെയും ആചാരങ്ങളുടെയും പേരിൽ ഖജനാവ് തുറന്ന് കൊടുക്കുന്നവർക്ക് നാളത്തെ തലമുറയുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ പണമില്ല അത്രേ. പണമില്ല എന്ന കാരണം പറഞ്ഞ സർക്കാർ സ്കൂളുകൾ പൂട്ടുമ്പോൾ കോടികളുടെ മേളയ്ക്കും ആർഭാടങ്ങൾക്കുമാണ് ഇവിടെ മുൻഗണന ലഭിച്ചത്. ഇത് കേവലം വികസനത്തിന്റെ പ്രശ്നമല്ല, ഭരണകൂടത്തിന്റെ മുൻഗണനകൾ എത്രത്തോളം അപകടകരമായി മാറുന്നു എന്നതിന്റെ തെളിവാണ്. ഇനി ഭക്തിയുടെയും ക്ഷേത്രങ്ങളുടെയും പേരിൽ നടക്കുന്ന വികസനങ്ങളുടെ മറുപുറം കൂടി നമ്മൾ ഒന്ന് കാണണം. മന്ത്രോച്ചാരങ്ങൾ ഉരുടേണ്ട സ്ഥലത്ത് നിന്നും കേട്ടത് അഴിമതിയുടെയും മോഷണത്തിന്റെയും കഥകളായിരുന്നു. ആ കഥകൾ ഇപ്പോൾ ചെന്നു നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലം കൈയായ നിപേന്ദ്ര മിശ്രയുടെ അടുത്തുവരെ. യോഗി നിയമിച്ച SITയെ മാറ്റി സുപ്രീം കോടതി നേരിട്ട് മറ്റൊരു SITയെ നിയമിച്ചതിൽ തന്നെ ഈ തട്ടിപ്പിൽ അവിടുത്തെ സർക്കാരിന്റെ പങ്ക് വ്യക്തമാക്കുന്നതാണ്. സംഭാവനകൾ കൊള്ളയടിച്ചും ഭൂമി കുംഭകോണം നടത്തിയും ഭക്തിയെ വിറ്റ് സ്വന്തം പോക്കറ്റ് നിറയ്ക്കുന്നവർ അല്ലെങ്കിൽ നിറയ്ക്കാൻ കൂട്ടുനിൽക്കുന്നവരാണ് ഈ സ്കൂളുകൾ അടച്ചുപൂട്ടാൻ ധൃതി കാണിക്കുന്നത്. ഇത് മാത്രമാണോ? മാധ്യമ സ്വാതന്ത്ര്യത്തെ പോലും അവർ കയ്യേറ്റം ചെയ്യുകയാണ്. അയോധ്യ രാമക്ഷേത്ര സംഭാവന പിരിവിൽ നടന്ന വമ്പൻ ക്രമക്കേടുകളും തട്ടിപ്പുകളും പുറത്തു കൊണ്ടുവന്ന മാധ്യമപ്രവർത്തകനായ അഭിഷേക് ഉപാധ്യായയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കിയാൽ സത്യാവസ്ഥ ജനങ്ങളെ അറിയിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തോട് പ്രതികാര ബുദ്ധിയോടെ ഗാസിയാബാദ് പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസ് എടുത്തിരിക്കുകയാണ്. സത്യം പറയുന്ന മാധ്യമപ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുക, കേസിന്റെ പകർപ്പ് പോലും നൽകാതിരിക്കുക, കൃത്യത്തിന് തെളിവ് തരാതിരിക്കാൻ കടഉടമകളെ ഭീഷണിപ്പെടുത്തി CCTV ദൃശ്യങ്ങൾ മായ്ച്ചു കളയുക, ക്ഷേത്ര നിർമ്മാണത്തിന്റെ പേരിലും മാമാങ്കങ്ങളുടെ പേരിലും ജനങ്ങളുടെ നികുതി പണവും സംഭാവനകളും വകമാറ്റി ഉപയോഗിക്കുമ്പോൾ അതിലെ അഴിമതി ചോദ്യം ചെയ്യുന്നവരുടെ നാവരിഞ്ഞെടുക്കാൻ പോലീസിനെ ഉപയോഗിക്കുകയാണ് യോഗി സർക്കാർ. അയോധ്യയിലെ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നതിന് ഒരു മാധ്യമ പ്രവർത്തകന് നീതിക്കായി സുപ്രീം കോടതിയുടെ വാതിലുകൾ മുട്ടേണ്ടി വരുന്നുവെങ്കിൽ ഇവിടെ ക്രമസമാധാനവും ഭരണഘടനയും എവിടെയാണ് നിൽക്കുന്നത് എന്ന ചോദ്യം സമൂഹത്തിൽ അലയടിക്കുകയാണ്. യോഗി ആദിത്യനാഥ് സർക്കാരിനോട് ഈ നാടിന് ചോദിക്കാനുള്ളത് ഒന്നു മാത്രമാണ്. നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് അക്ഷരങ്ങൾക്കായിരിക്കില്ല, മറിച്ച് കോടികളുടെ ആർഭാടങ്ങൾക്കും ബിസിനസ്സുകൾക്കുമാണ്. അഴിമതി മറച്ചുവെക്കുവാനും പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാലയങ്ങൾ പൂട്ടിച്ച് ജനങ്ങളെ ഇരുട്ടിൽ നിർത്താനുമാണ് ഈ പണം മുഴുവൻ ചെലവാക്കുന്നത്. സുപ്രീം കോടതി പോലും വിരൽ ചൂണ്ടിയ ഈ അനീതിക്കെതിരെ നമ്മൾ കണ്ണടച്ചിരുന്നാൽ നാളെ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു പള്ളിക്കൂടം പോലും ബാക്കിയുണ്ടാകില്ല. ഭരണകൂടത്തിന്റെ ഈ കൊള്ളരുതായ്മയ്ക്കെതിരെ നാം ഉച്ചത്തിൽ ശബ്ദിച്ചേ തീരൂ.